പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഡിഫൻസ് മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് DRDO ഡെവലപ്പ് ചെയ്ത ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തെക്കുറിച്ചുള്ളതാണ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി 6 റെജിമെന്റ് QRSAM എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ടെൻഡർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. QRSAMന് അനന്തശസ്ത്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 30,000 കോടി രൂപയുടെ പ്രോജക്റ്റായിരിക്കും അനന്തശസ്ത്രയുടേത്. ഇന്ത്യൻ ആർമിയുടെ ആർമി എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അനന്തശസ്ത്ര പ്രവർത്തിക്കുക. ഇന്ത്യൻ ആർമിയുടെ എയർ ഡിഫൻസിൽ നിലവിൽ MRSAM, ആകാശ്, സ്പൈഡർ എന്നിങ്ങനെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങളാണുള്ളത്. അനന്തശസ്ത്ര കൂടി എത്തുന്നതോടെ ആർമിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ ശക്തമാകും. അനന്തശസ്ത്ര വാങ്ങുന്നതിനു വേണ്ടിയുള്ള അപ്രൂവൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ മുൻപ് തന്നെ നൽകിയിരുന്നു. ഇവയെ ഇൻഡക്റ്റ് ചെയ്ത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ബോർഡറുകളിൽ വിന്യസിക്കും. അനന്തശസ്ത്ര അഥവാ QRSAM വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. ഇവയുടെ റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കമാൻഡ് പോസ്റ്റ്, മിസൈൽ ലോഞ്ചറുകൾ എന്നിവയെല്ലാം വാഹനങ്ങളിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള സംവിധാനങ്ങൾ വാഹനങ്ങളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ തന്നെ ടാർഗറ്റുകൾക്കായി സർവെയിലൻസ് നടത്തുവാനും അവയെ ട്രാക്ക് ചെയ്യുവാനും അനന്തശസ്ത്രയുടെ റഡാറുകൾക്ക് കഴിയും. വളരെ കുറഞ്ഞ സമയത്തേക്ക് മിസൈൽ ലോഞ്ചർ ഘടിപ്പിച്ച വാഹനം നിർത്തി ടാർഗറ്റുകളെ തകർക്കുന്നതിനു വേണ്ടി മിസൈൽ ഫയർ ചെയ്ത് സഞ്ചാരം തുടരുവാനും ഇവയ്ക്ക് കഴിയും. ലോകത്തിലെ വളരെ കുറച്ച് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് മാത്രമേ ഇത്തരം കേപ്പബിലിറ്റി ഉള്ളൂ. 2 റഡാറുകളാണ് അനന്തശസ്ത്രയ്ക്കുള്ളത്. 120 കിലോമീറ്റർ റേഞ്ചുള്ള സർവെയിലൻസ് റഡാറും 80 കിലോമീറ്റർ റേഞ്ചുള്ള ട്രാക്കിംഗ് റഡാറും. റഡാർ, മിസൈൽ കമാൻഡ് സെന്റർ എന്നിങ്ങനെയുള്ളവ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും. 2-വേ ഡാറ്റ ലിങ്ക് സിസ്റ്റം ഉപയോഗിച്ച് റഡാറും മിസൈലും തമ്മിലും കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ സാധിക്കും. ജാമിങ്ങിനെ പ്രതിരോധിക്കുവാൻ ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ കേപ്പബിലിറ്റിയും QRSAMന് നൽകിയിട്ടുണ്ട്. 3 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച്. 30 മീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ഉയരമുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ അനന്തശസ്ത്രയുടെ മിസൈലുകൾക്ക് കഴിയും. ഒരൊറ്റ മിസൈലിന്റെ കിൽ പ്രോബബിലിറ്റി 80%. അനന്തശസ്ത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ക്വിക്ക് റിയാക്ഷൻ തന്നെയാണ്. വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ പോലും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആക്രമിക്കുവാൻ അനന്തശസ്ത്രയ്ക്ക് കഴിയും. ഇന്ത്യൻ ആർമിയുടെ ആകാശ് തീർ നെറ്റ്വർക്കിലേക്ക് അനന്തശസ്ത്ര ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതോടുകൂടി ഇവയുടെ പെർഫോമൻസ് പല മടങ്ങായി വർദ്ധിക്കും. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ആർമി ട്രൂപ്പുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ എയർ ഡിഫൻസ് കേപ്പബിലിറ്റി 10 മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ അനന്തശസ്ത്രയ്ക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ത്യയുടെ 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റായ AMCയെ കുറിച്ചുള്ളതാണ്. AMCയുടെ നിർമ്മാണത്തിനായി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇഷ്യൂ ചെയ്തിരുന്നു. AMCAയുടെ ഫുൾ സ്കെയിൽ എഞ്ചിനീയറിംഗ് ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു പാർട്ണറിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇഷ്യൂ ചെയ്തത്. ഇതുവരെയും 3 കൺസോർഷ്യമാണ് AMCAയുടെ നിർമ്മാണത്തിന് വേണ്ടി മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തേത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും മറ്റ് 2 പ്രൈവറ്റ് കമ്പനികളും ചേർന്ന ഒരു കൺസോർഷ്യമാണ്. 28 പ്രൈവറ്റ് കമ്പനികളാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി സഹകരിക്കുവാൻ തയ്യാറായത്. ഇവയിൽ നിന്നും 1-2 കമ്പനികളെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തിരഞ്ഞെടുത്തേക്കുമെന്നാണ് കരുതുന്നത്. രണ്ടാമത്തെ പാർട്ണർഷിപ്പാണ് L&Tയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായിട്ടുള്ളത്. ഈ 2 കമ്പനികളും ഒരുമിച്ച് AMCAയുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് പ്രൊപ്പോസൽ സമർപ്പിക്കും. ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്മറൈനുകൾ ഉൾപ്പെടെയുള്ളവയിൽ പങ്കാളിയാണ് L&T. അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഈ 2 കമ്പനികളും തേജസ്സിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏവിയോണിക്സ്, ഇലക്ട്രോണിക്സ്, എയ്റോസ്ട്രക്ചർ എന്നിവയെല്ലാം നിർമ്മിച്ച് എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളാണ്. സെപ്റ്റംബർ 26 ഭാരത് ഫോർജ് ലിമിറ്റഡ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, ഡേറ്റ പാറ്റേൺസ് എന്നീ 3 കമ്പനികൾ ചേർന്ന് AMCA നിർമ്മാണത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചു. AMCA നിർമ്മാണത്തിൽ പങ്കാളിയാകുവാൻ സാധ്യതയുള്ള 3ാമത്തെ ജോയിന്റ് വെഞ്ചറാണ് ഇത്. ഇന്ത്യക്ക് വേണ്ടി ആർട്ടിലറി ഗണ്ണുകളും മൈക്രോ ജെറ്റ് എഞ്ചിനുകളും ഉൾപ്പെടെയുള്ളവ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് ഭാരത് ഫോർജ് ലിമിറ്റഡ്. അതുപോലെ തന്നെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഹെവി എക്യുപ്മെന്റ്സ് നിർമ്മിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു വമ്പൻ കമ്പനിയാണ്. ബുള്ളറ്റ് ട്രെയിനും ടണൽ ബോറിംഗ് മെഷീനും ഉൾപ്പെടെയുള്ള വമ്പൻ പ്രോജക്റ്റുകൾ BEML ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ പാറ്റേൺസ് റഡാറുകളും മറ്റ് ഏവിയോണിക്സ് സംവിധാനങ്ങളും നിർമ്മിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൈവശമുള്ള കമ്പനിയാണ്. ഈ 3 കൺസോർഷ്യവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവ തന്നെയാണ്. സെപ്റ്റംബർ 30 എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് പ്രതികരിക്കേണ്ട അവസാന ദിവസം. ഏത് കമ്പനിയായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. AMCAയിലൂടെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി
വലിയ ഉയരങ്ങളിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.